എന്തൊരു സിനിമയാണിത്. ഇതിൻ്റെ അവസാനത്തിലെത്തുമ്പോൾ സന്തോഷിക്കണോ കരയണോ എന്നൊന്നും പോലും അറിയാത്തൊരവസ്ഥ വരും. അത്രയും മനോഹരമായ ഒരു ബ്രസീലിയൻ ഫീൽ ഗുഡ് സിനിമയാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പോകുന്നതിനിടെ നമ്മുടെ നായകൻ്റെ ജീവിതം മാറ്റിമറിച്ചൊരു സംഭവം വരുന്നു. അതിനുശേഷം നടക്കുന്ന സംഭവ വികാസങ്ങളും മനോഹരവും സങ്കടവും നിറഞ്ഞ കഥയാണിത്. കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഒരു തെരുവ് നായയെ ആരോ കാറിൽ ഒരു പെട്ടിയിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നതാണ്. സംഭവം നടക്കുന്നത് ബ്രസീലിലെ സവോപോളയിലാണ്. രാത്രികാലങ്ങളിൽ തന്നെ വിശന്നിട്ട് അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ ചിക്കൻ പൊരിക്കുന്നതെല്ലാം കണ്ടിട്ട് ആ നായ അങ്ങോട്ട് അവിടെയുള്ള പാചകക്കാരുടെ എല്ലാം കണ്ണു വെട്ടിച്ചിട്ട് നല്ലൊരു ചിക്കൻ പീസുമായി നായ അവിടെ നിന്ന് കടന്നു കളയുന്നുണ്ട്. പിന്നെ സിനിമയിൽ കാണിക്കുന്നത് 3 വർഷങ്ങൾക്ക് ശേഷമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതാണ് കഥാനായകനായ പെഡ്രോ. അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ അവിടെയുള്ള മാർക്കറ്റിലേക്ക് ഇറങ്ങിയതാണ്. മാർക്കറ്റിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. പെഡ്രോ റെസ്റ്റോറൻറ്റിലെ ഷെഫായി തുടരുകയാണെന്ന് ഈ ഫോൺ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലാകും. മെയിൻ ഷെഫ് വിളിച്ച് പറയുന്നുണ്ട്, പെഡ്രോ, ആ പെണ്ണുമ്പിള്ള എന്തെങ്കിലുമൊക്കെ എഴുതിയാൽ നമ്മുടെ ജോലി നഷ്ടമാകും. അതുകൊണ്ട് നല്ല ഉണങ്ങിയ നല്ല മാംസം കഷ്ണം നോക്കി തിരഞ്ഞെടുത്ത് വാങ്ങണം. നീ എങ്ങനെയെങ്കിലും ഒപ്പിക്കുമെന്ന് പറയുന്നു. അപ്പോൾ തന്നെ നമ്മുടെ നായകനായ പെഡ്രോ പറയുന്നു അതൊക്കെ എപ്പോഴേ കിട്ടിയെന്ന്. എന്നിട്ട് നായകനായ പെഡ്രോ ഇറച്ചി വാങ്ങാൻ അവിടെ കടയിലെത്തുകയാണ്. നിൻ്റെ ഷെഫ് തീരെ പോരാ എന്നും നീ ഷെഫാകുന്ന ദിവസം നിനക്ക് അത്ര നല്ല ഇറച്ചി ഞാൻ നൽകാമെന്നും അവിടെയുള്ള ആ മാർക്കറ്റുകാരൻ പറയുകയാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ നായകനായ പെഡ്രോ ആകട്ടെ അദ്ദേഹത്തിന് ഒരു പലഹാരം നീട്ടി നൽകുകയാണ്. ഇത് കഴിച്ചതിന് ശേഷം അദ്ദേഹം പറയുകയാണ്, നല്ല രസമുള്ള പലഹാരം നീ ഉണ്ടാക്കിയതാണോ? നിനക്ക് ഒരു ദിവസം ഞാൻ ഇറച്ചി തരാം, അടുത്ത ദിവസം ഇത് ആവർത്തിക്കരുത്. നീ ഷെഫാവുകയാണെങ്കിൽ നിനക്ക് എല്ലാ ദിവസവും ഇറച്ചി തരാമെന്ന് പറയുന്നു. ഈ സമയത്താണ് അവിടെയുള്ള ആ നായയെ അവൻ ശ്രദ്ധിക്കുന്നത്. അവിടെയുള്ള ഇറച്ചി കഷ്ണം കടിച്ച് പിടിച്ച് നിൽക്കുന്നു. എന്നിട്ട് അയാളുടെ കണ്ണിൽ പെടുന്നതിന് മുമ്പ് തന്നെ വേഗം ആ നായയെ അവൻ അവിടെ നാട്ടിവിടുന്നു. കാരണം അയാളുടെ കണ്ണിലെങ്ങാനും പെട്ടാൽ ആ നായയെ അയാൾ കൊല്ലും. അത്രത്തോളം സ്വഭാവമാണ് അദ്ദേഹത്തിൻ്റെതെന്ന് നായകനായ പെഡ്രോക്ക് നല്ല രീതിയിൽ അറിയാം. ആ നായയാകട്ടെ നമ്മുടെ നായകനായ പെഡ്രോ അറിയാതെ പെഡ്രോയുടെ വണ്ടിയിൽ കയറിയിരിക്കുന്നു. പെഡ്രോ എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നായ പതിയെ ഒളിച്ചു നിൽക്കുന്നു. എന്നിട്ട് അവൻ വാഹനം ഓടിച്ചു പോകുന്നതിനിടെ പെട്ടെന്നാണ് മുന്നിലോട്ട് ആരോ ചാടിയത്. അവൻ പെട്ടെന്ന് ബ്രേക്ക് ഇടുന്നു. ഒരു സ്ത്രീയായിരുന്നു. കുറേ നായ്ക്കളുമായി സീബ്ര ലൈനിലൂടെ റോഡ് ക്രോസ് ചെയ്യുകയായിരുന്നു. പെട്ടെന്ന് അവൾ പറയുന്നു, എങ്ങോട്ട് നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത്, ആരടാ നീ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് തെറി പറയുന്നു. നീ കൊല്ലാൻ നിൽക്കുകയാണോ എന്നൊക്കെ പറയുന്നു. ഇത് കേട്ട അവൻ ഉടൻ തന്നെ സോറി എന്ന് പറയുന്നു. പറ്റിപ്പോയി എന്ന് പറയുന്നു. വല്ലാത്തൊരു പറ്റി തന്നെ, ഇപ്പോൾ ആളെ കൊന്നേനെ എന്ന് പറഞ്ഞ് അവൾ പിറുപിറുത്ത് പോകുമ്പോൾ അവൻ പറയുന്നു, ഞാൻ സോറി പറഞ്ഞില്ലേ എന്ന്. അങ്ങനെ വാഹനം മുന്നോട്ട് പോകുന്നതിനിടെ വാഹനത്തിൻ്റെ കൊട്ടയിൽ അവളൊരു നായയെ ശ്രദ്ധിക്കുന്നു. നായകനായ പെട്രോയാകട്ടെ അതിരാവിലെ തന്നെ റെസ്റ്റോറൻറ്റിൽ കയറി തൻ്റെ വിഭവങ്ങൾ പരീക്ഷിക്കുകയാണ്. കാരണം അവനല്ല അവിടുത്തെ മെയിൻ കുക്ക്. അതുകൊണ്ട് അവന് അത്ര വലിയ അധികാരമൊന്നുമില്ല അവിടെ ഉണ്ടാക്കാനുള്ളത്. പക്ഷേ അവൻ അവൻ്റെ കഴിവ് ഉപയോഗിച്ച് ഒരു അടിപൊളി സാധനം തന്നെ ഉണ്ടാക്കുകയാണ്. പെട്ടെന്നാണ് അവിടെയുള്ള മറ്റൊരു ഗേൾ കുക്ക് കയറി വന്നത്. എന്നിട്ട് അവനോട് ചോദിക്കുന്നു, ഞാൻ പോകുമ്പോഴും നീ ഇവിടെ തന്നെ, ഞാൻ വരുമ്പോഴും നീ ഇവിടെ തന്നെയാണ്. ഇതൊന്നുമല്ലടാ ജീവിതം. നീ ഒരു പെണ്ണിനെയൊക്കെ സെറ്റാക്കി കറങ്ങാൻ പോകുക, സിനിമ കാണ്, ജിമ്മിൽ പോകുക എന്നെല്ലാം പറയുകയാണ്. അപ്പോൾ അവൻ പറയുകയാണ്, എൻ്റെ സന്തോഷം ഇതാണ്, ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്, എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കിയെന്ന് പറയുന്നു. അവളത് കഴിച്ചതിന് ശേഷം അന്തം വിടുന്നു. നീ ഉണ്ടാക്കിയതാണോ ഇത്, അടിപൊളിയായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നു. അവൻ പറയുന്നു, ഈ ഒരു ഐറ്റം ഇവിടെയുള്ള റെസ്റ്റോറൻറ്റിൽ വിൽക്കണമെന്നാണ് എനിക്ക് ആഗ്രഹമെന്ന് പറയുന്നു. അപ്പോൾ അവൾ പറയുന്നു, അതിന് അയാൾ സമ്മതിച്ചിട്ട് വേണ്ടേ എന്ന് പറയുന്നു. അയാളെന്ന് ഉദ്ദേശിച്ചത് അവിടെയുള്ള മെയിൻ ഷെഫിനെയാണ്. അയാൾ അല്പം ദേഷ്യക്കാരനാണ്. അതുകൊണ്ടാണ് അവൾ അങ്ങനെ പറഞ്ഞത്. അവർ പറഞ്ഞ അവരുടെ മെയിൻ ഷെഫിൻ്റെ പേരാണ് ഇവാൻ എന്നുള്ളത്. അവരുടെ ബോസാണ്. ഈ കയറി വരുന്നതാണ് അവിടെ ഹോട്ടലിലെ കിച്ചൺ ഡ്യൂട്ടി മാനേജർ. കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഇവളാണ്. ഇവൾ വന്നുകൊണ്ട് ഇവാനോട് പറയുകയാണ്, ഇവാൻ, ഭക്ഷണം വൈകുന്നതിൽ ആളുകളെല്ലാം ഒരുപാട് കുറ്റങ്ങൾ പറയുന്നുണ്ട്. ഒരുപാട് ഭക്ഷണം ഒരുപാട് വൈകുന്നുണ്ട്. അതുകൊണ്ടെല്ലാം പെട്ടെന്നാക്കണമെന്ന് പറയുന്നു. ആളുകളെ നിരാശപ്പെടുത്തരുത്, ഞാൻ പല തീരുമാനങ്ങളും എടുത്തേക്കാമെന്ന് ഡ്യൂട്ടി മാനേജർ മെയിൻ ഷെഫായ ഇവാനോട് പറയുന്നു. ഇത് കേട്ട ഇവാൻ ദേഷ്യത്തോടെ ആ ഉണക്കി ഇറച്ചി ഇങ്ങോട്ട് എടുക്കൂ എന്ന് പറയുന്നു. നമ്മുടെ നായകനായ പെട്രോ പെട്ടെന്ന് തന്നെ അയാൾക്ക് മുന്നിൽ ആ ഇറച്ചി എടുക്കുന്നു. പെട്രോയാണ് ആ ഇറച്ചി ഉണക്കിയത്. അതുകൊണ്ട് ചെക്ക് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുന്നു. ഇത് കഴിഞ്ഞ് അത് ഫ്രീസറിൽ വെക്കുന്നതിനിടെ
തിരിഞ്ഞു നടക്കുന്നതിനിടെ പെട്ടെന്നാണ് നായകനായ പെട്രോക്ക് ശക്തമായ തലവേദന വന്നത്. എന്ത് സംഭവിച്ചുവെന്ന് അറിയാൻ പോലും അവന് സാധിക്കുന്നില്ല. അവൻ പെട്ടെന്ന് തന്നെ റെസ്റ്റോറൻറ്റിൻ്റെ അടുക്കള റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് തലയിൽ കൈവച്ച് അടുത്ത പോക്കറ്റിലുണ്ടായിരുന്ന ഒരു ഗുളിക എടുത്ത് കഴിക്കുന്നു. സമാധാനമുണ്ട്. പെട്ടെന്ന് തന്നെ ആ ഗേൾ ഷെഫ് അവിടേക്ക് വരുന്നു. പെഡ്രോ, നീ ഓക്കെ അല്ലേ? എന്താണ് സംഭവിച്ചത് എന്നെല്ലാം ചോദിക്കുന്നു. ഇല്ല, അവിടെയുള്ള ബഹളങ്ങൾക്കിടയിൽ നിന്ന് ഒന്ന് സമാധാനിക്കാൻ പുറത്തിറങ്ങിയതാണെന്ന് അവൻ വെറുതെ പറയുന്നു. എന്നാൽ വേഗം വാ, അവൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അതായത് റെസ്റ്റോറൻറ്റിലേക്ക് ഏതോ ഒരു പ്രീമിയം കസ്റ്റമർ വന്നിട്ടുണ്ട്, അവൾക്ക് വേണ്ടി എന്തോ ഉണ്ടാക്കാനുണ്ട്, അതുകൊണ്ട് വേഗം അവനെ വിളിക്കുന്നു. എന്നാൽ അവൻ അകത്ത് കയറിയ ഉടനെ തന്നെ ആ ഡോറിലൂടെ ആ നായയും അകത്ത് കയറുന്നു. ആ ചെറിയ ഗ്യാപ്പിലൂടെ നായ പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി വരുന്നു. ഹായ് ലോറ, നിങ്ങൾ വീണ്ടും ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് വന്നതിൽ ഒരുപാട് സന്തോഷമെന്നെല്ലാം കിച്ചൺ ഡ്യൂട്ടി മാനേജർ പറയുന്നു. നിങ്ങൾക്ക് ഒരിക്കലും മറക്കാനാകാത്ത അടിപൊളി ഭക്ഷണം ലഭിക്കുന്ന ഒരു മനോഹരമായ വൈകുന്നേരമായിരിക്കും ഇന്ന് എന്ന് പറയുന്നു. അത് കേട്ട് അവൾ പറയുന്നു, എന്നും ഞാൻ കഴിക്കുന്ന ആ ഇവാൻ ഉണ്ടാക്കിയ ഭക്ഷണം തന്നെയല്ലേ ഇന്നും എന്നും ചോദിക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം മാനേജർ ഇവാനോട് പറയുന്നു. അവൾക്കൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു എന്ന്. അപ്പോൾ ഇവാൻ പറയുന്നു, പുതിയതൊന്നും എനിക്കുണ്ടാക്കാൻ പറ്റില്ല, കാരണം അതൊന്നും മെനുവിലില്ലാത്തതാണ് എന്ന് പറയുന്നു അവളോട്. ആ ഉണക്കി ഇറച്ചി കൊണ്ട് ഒരു തകർപ്പൻ സാധനം തന്നെ ഇവാൻ ഉണ്ടാക്കുന്നു. എന്നിട്ട് ഇവാൻ പറയുന്നു, ഇത് ഇഷ്ടപ്പെടാതിരിക്കുന്നതൊന്ന് കാണണമല്ലോ എന്ന് പറഞ്ഞ് അവൾക്ക് കൊണ്ടു കൊടുക്കാൻ നിൽക്കുന്നു. ഈ സമയത്താണ് ആ നായ ആ സാധനത്തിലേക്ക് ചാടി വീഴുന്നത്. എന്നിട്ട് അത് ഭക്ഷിക്കുന്നു. അത് എന്നിട്ട് ഓടി അവിടെയുള്ള എല്ലാ സാധനങ്ങളും നശിപ്പിക്കുന്നു. നമ്മുടെ ഇവാനാകട്ടെ ദേഷ്യം പിടിച്ചുകൊണ്ട് കയ്യിൽ കിട്ടിയ ഒരു കുന്തം ഉപയോഗിച്ചുകൊണ്ട് ആ നായയെ കൊല്ലാൻ പോകുന്നു. എന്നാൽ ഉടനെ തന്നെ നായകനായ പെഡ്രോ തടഞ്ഞു നിർത്തുന്നു. അതിനെ കൊല്ലരുത് എന്ന് പറയുന്നു. അതൊക്കെ ചോദിക്കാൻ നീ ആരാടാ, അതിന് ഞാൻ കൊല്ലുമെന്ന് പറയുന്നു. ഞാനാണ് ഇവിടുത്തെ ബോസ് എന്ന് പറയുന്നു. ഇത് കേട്ട് ഡ്യൂട്ടി കിച്ചൺ മാനേജറായ സ്ത്രീ പറയുന്നു, ഞാനാണ് ഈ കിച്ചൻ്റെ മാനേജർ, അതുകൊണ്ട് ഇവിടെ അതൊന്നും സാധിക്കില്ല, അതിനെ കൊല്ലണ്ട എന്ന് പറയുന്നു. ഇതെല്ലാം കേട്ട് ബോസായി ഇവാൻ പറയുന്നു, നിങ്ങളല്ലേ കിച്ചൻ്റെ മാനേജർ, നിങ്ങൾ തന്നെ ഇവിടെ സാധനം ഉണ്ടാക്കിക്കോളൂ, ഞാൻ ഇവിടെ നിന്ന് പോവുകയാണെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഈ സമയത്ത് തന്നെ നായകനായ പെഡ്രോ പറയുന്നു, ഹലോ ഗായ്സ്, എല്ലാവരും ശ്രദ്ധിക്കൂ, ഇത്രയും സാധനങ്ങൾ നമ്മൾ ഉടനെ തന്നെ ഉണ്ടാക്കണം, എല്ലാവരും വേഗം റെഡി ആയിക്കോളൂ എന്ന് പറയുന്നു. യെസ് ഷെഫ് എന്ന് എല്ലാവരും പറയുന്നു. ഇത് കേട്ട് അവിടെയുള്ള ഡ്യൂട്ടി മാനേജർ പറയുന്നു, അപ്പോൾ ആ പ്രീമിയം കസ്റ്റമറായ ലോറക്ക് ഉണ്ടാക്കാനുള്ളതോ? നായകനായ പെഡ്രോ പറയുന്നു, അത് ഞാൻ നോക്കിക്കോളാമെന്ന്. എന്നിട്ട് അവൻ ഉണ്ടാക്കിയ ഒരു കിടുക്കാച്ചി ഐറ്റം സാധനം തന്നെ ഉണ്ടാക്കുന്നു. അവൻ രാവിലെ എന്നും ഉണ്ടാക്കി പ്രാക്ടീസ് ചെയ്യുന്ന ആ സാധനം കൊഷ്നിയോ എന്ന ഒരു അടിപൊളി ഐറ്റം തന്നെയാണ് അവൻ ഉണ്ടാക്കിയത്. അത് സാധാരണ ഒരു ഭക്ഷണമാണ്. എന്നിട്ട് അവൾ ചോദിക്കുന്നു, ആ പ്രീമിയം കസ്റ്റമറായ ലോറ ചോദിക്കുന്നു, ഈ കൊഷ്നിയയാണോ എനിക്ക് ഉണ്ടാക്കി തന്നതെന്ന്. അങ്ങനെ അവൾ അത് കഴിച്ചതിന് ശേഷം പറയുന്നു, അടിപൊളിയായിട്ടുണ്ടെന്ന്. അങ്ങനെ കൊഷ്നിയ എന്ന ഐറ്റം അവരുടെ മെനുവിൽ ചേർക്കുന്നു. എന്നിട്ട് അവനെ അവിടുത്തെ ഷെഫിൻ്റെ ബോസായി നിയമിക്കുന്നു. അവന് അവിടെയുള്ള എല്ലാ ഷെഫുമാരും അഭിനന്ദനങ്ങൾ നേരുന്നു. അവൻ പറയുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത്, അത് ഞാനിപ്പോൾ നേടിക്കഴിഞ്ഞു. എന്നിട്ട് അവൻ അവിടെയുള്ള ബോസിൻ്റെ ഷെഫിൻ്റെ ആ യൂണിഫോമും കൈമാറുന്നു. അങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആ നായയെ അവൻ കാണുന്നു. എന്നിട്ട് ആ നായയോട് അവൻ സംസാരിക്കുന്നു, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഈ ഒരു പൊസിഷനിലെത്താൻ വേണ്ടിയാണ്, അത് നീയാണ് എനിക്ക് തന്നത് എന്ന് പറഞ്ഞ് ആ നായക്ക് അവൻ്റെ പക്കലുള്ള കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അവൻ അവിടെ നിന്ന് പോകുന്നു. അന്ന് രാത്രി നായകൻ അവൻ്റെ അമ്മക്കൊക്കെ വിളിച്ചുകൊണ്ട്, ഞാൻ മെയിൻ ഷെഫായി, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നിറവേറി എന്നൊക്കെ പറയുന്നു. അപ്പോൾ അമ്മ ചോദിക്കുന്നു, നീ എന്നാണ് ഇങ്ങോട്ട് വരിക എന്ന്. അപ്പോൾ അവൻ പറയുന്നു, ഒരു ഒഴിവ് കിട്ടട്ടെ, ഞാൻ നിങ്ങളെ കാണാൻ അങ്ങോട്ട് വരാമെന്ന് പറയുന്നു. അങ്ങനെ രാത്രി അവൻ ഉറങ്ങാൻ കിടക്കുന്നതിനിടെ നായയുടെ ഓരിയിടുന്ന ശബ്ദം കേൾക്കുന്നു. എന്നിട്ട് അവൻ പുറത്തേക്ക് നോക്കുമ്പോൾ അവൻ കണ്ട ആ നായ അവിടെയുമുണ്ട്. എന്താണ് നീ ഇവിടെയെന്ന് ആ നായയോട് അവൻ ചോദിക്കുന്നു, സംസാരിക്കുന്നു. മുകളിലുള്ള മറ്റു റൂമുകളിലുള്ളവരെല്ലാം ആ നായ പിടിച്ചൊന്നു ഉള്ളിലാക്ക്, അതിൻ്റെ ഓരിയിടുന്ന ശബ്ദം കൊണ്ട് ഉറങ്ങാൻ പോലും കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ അതിനെ പെട്ടെന്ന് തന്നെ ഉള്ളിലോട്ടാക്കുന്നു. ആ നായയെ കുളിപ്പിച്ചതിന് ശേഷം അതിനുള്ള ഒരു വിരിയൊക്കെ വിരിച്ചുകൊണ്ട് അവൻ പറയുന്നു, നിനക്ക് ഉറങ്ങാനുള്ള സ്ഥലം എൻ്റെ ടോയ്ലറ്റ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അവനോട് നിൽക്കുന്നു. പെട്ടെന്ന് അവന് തലവേദന വരുന്നു. അവൻ്റെ തലവേദനയുള്ള ആ ഭാഗത്ത് നായ നാവ് കൊണ്ട് ഇങ്ങനെ തലോടുന്നു. അങ്ങനെ അവൻ കിടന്നുറങ്ങുന്നു. രാവിലെ നീച്ചപ്പോൾ അവൻ കണ്ടത് വല്ലാത്തൊരു കാഴ്ച തന്നെയായിരുന്നു. കാരണം ആ നായ അവിടെയുള്ള റൂം മുഴുവൻ അലങ്കോലമാക്കി വെച്ചിരിക്കുന്നു. ഒരു സ്ഥലത്തും ഒന്നും നിൽക്കാൻ അനുവദിക്കാതെ എല്ലാതും തട്ടിമറിച്ചിട്ടുണ്ട്. എന്താണിതെല്ലാം എന്ന് പറഞ്ഞ് നായകൻ നായയോട് ചൂടാകുന്നു. ഉടനെ തന്നെ അവൻ്റെ കഴിഞ്ഞ ദിവസം കിട്ടിയ ഷെഫിൻ്റെ യൂണിഫോം എടുത്ത് നായ കടിച്ച് വലിച്ച് പുറത്തേക്കിടുന്നു. അതിൻ്റെ പിന്നാലെ അത് കടിക്കരുത്, അതിൻ്റെ ഭാവിയാണെന്നെല്ലാം പറഞ്ഞ്
അവൻ അതിൻ്റെ പിന്നാലെ കൂടുന്നു. പക്ഷേ ഒടുവിൽ അത് ഇരുവരും വലിച്ച് കീറുന്നു. അങ്ങനെ അവന് വീണ്ടും ദേഷ്യം കൂടുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് തന്നെ നായകനായ പെട്രോ ആ നായയെയും കൂട്ടി പെട്ടെന്ന് തന്നെ അവിടെയുള്ള മൃഗങ്ങളുടെ പരിശീലക സ്കൂളിലേക്ക് പോകുന്നു. അവിടെ അവൻ ആദ്യം തന്നെ കണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ അവൻ വന്നപ്പോൾ കാറി മുറിച്ച് കിടക്കുന്നതിനിടെ അവനെ ചീത്ത പറഞ്ഞ ആ പെണ്ണിനെയാണ്. അവളെ എങ്ങനെ അവൻ നോക്കി നിൽക്കുന്നു. അപ്പോൾ അവിടെയുള്ള മറ്റൊരു ട്രെയിനർ പറയുകയാണ് അവൾക്ക് മനുഷ്യരെക്കാൾ ഇഷ്ടം മൃഗങ്ങളെയാണെന്ന്, അതുകൊണ്ട് അങ്ങനെ നോക്കി നിൽക്കണ്ട എന്ന്. എന്നിട്ട് അവനോട് നായിക ഹായ് എന്ന് പറയുന്നു. തന്നെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, ആ ഇത് നീയാണോ പട്ടിയെ എന്നെയും എല്ലാം ഇടിച്ചിട്ട് ഓടാൻ ശ്രമിക്കുന്നയാൾ? അപ്പോൾ അവൻ പറയുന്നു അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ, അന്ന് ഞാൻ പെട്ടെന്ന് കാണാതെ ബ്രേക്ക് ചവിട്ടി, അങ്ങനെയൊന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുന്നു. ഇവനെ വളർത്താൻ കൊള്ളില്ല, ഇവൻ ഒരുപാട് വികൃതിയാണ് എന്നെല്ലാം അവൻ പറയുന്നു. അപ്പോൾ അവൾ പറയുന്നു നീ ഇവനെ വിൽക്കാൻ കൊണ്ടുവന്നതാണല്ലേ എന്ന് ദേഷ്യത്തോടെ പറയുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ അവന് പെട്ടെന്ന് വീണ്ടും തലവേദന വരുന്നു. അവനാകെ തല ചുറ്റുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അവരെല്ലാവരും ചോദിക്കുന്നു. അവനൊന്നും സംസാരിക്കാനാകുന്നില്ല. പെട്ടെന്ന് തന്നെ അവനോട് അവിടെ ഇരിക്കാൻ പറയുന്നു. അവൻ പറയുന്നു ഇത് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തലവേദനയാണ്, മൈഗ്രീൻ ആണെന്നാണ് തോന്നുന്നത്. പക്ഷെ തലവേദന ഉണ്ടാകുന്ന സമയത്തെല്ലാം നായി എൻ്റെ അവിടെ തലോടാറുണ്ട്, അതെനിക്ക് ഒരുപാട് സുഖം നൽകുമെന്നെല്ലാം അവൻ പറയുന്നു. ഇത് കേട്ട് നായ്ക്കൾക്ക് സെൻസസ് ചെയ്യാൻ ക്വാളിറ്റിയുണ്ട്. എനിക്കൊക്കെ ആണെങ്കിൽ ഈ തലവേദന വന്നതെങ്കിൽ ഞാൻ പെട്ടെന്ന് തന്നെ പോയി ഡോക്ടറെ കണ്ടേനെ എന്ന് അവൾ പറയുന്നു. ഇത് കേട്ട് അവനും ഡോക്ടറെ കാണാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവൻ ഡോക്ടറെ കാണുന്നു. ഡോക്ടർ പറയുന്നു നിനക്ക് എങ്ങനെയാണ് വേദന എന്നൊക്കെ പറയുമ്പോൾ അവൻ പറയുന്നു എല്ലാ ദിവസവും ഉണ്ട്. അങ്ങനെ ഡോക്ടർ പറയുന്നു ഞാൻ നിനക്കൊരു ചിത്രം കാണിച്ചു തരാം. ഇവിടെ കാണുന്ന ഈ മാസ് കണ്ടോ, ഇതൊരു ട്യൂമറാണ് നിൻ്റെ ചെവിക്കു പിന്നിൽ, ഇത് ഒരു ക്യാൻസറാണ് എന്ന് പറയുന്നു. ഇത് കേട്ട് അവന് ആകെ എന്തൊക്കെയാകുന്നു, അവന് ഒന്നും മനസ്സിലാകുന്നില്ല. അവനാകെ ഒരു നിശ്ചലമായി നിൽക്കുന്നു. ഇത് ഗ്ലിയോമ ക്യാൻസർ ആകാനാണ് സാധ്യത, ബയോപ്സി ചെയ്താൽ അറിയാം. അങ്ങനെയെങ്കിൽ നമുക്ക് ക്യാൻസർ ചികിത്സ തുടങ്ങാം. ഇത് ഭേദമാകാൻ സാധ്യത വളരെ കുറവുള്ളൊരു ക്യാൻസറാണ്, ഗുരുതരമായ ക്യാൻസർ എന്നെല്ലാം പറയുന്നു. അവന് ഡോക്ടറോടും ഒന്നും പറയാൻ സാധിക്കുന്നില്ല. എന്നിട്ട് അവൻ അടുത്ത ദിവസം തന്നെ റെസ്റ്റോറൻറ്റിൽ പോകുന്ന സമയത്ത് ഫോണിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്നു ഗ്ലിക്കോമ ക്യാൻസറിനെ കുറിച്ച്. അപ്പോൾ അതിൽ പറയുന്നു ഇതിൽ ഗുരുതരമായൊരു തലച്ചോറിനെ ബാധിക്കുന്ന ക്യാൻസറാണ്, ഇതിന് രോഗശമനമില്ല, ഓക്കാനം, ഛർദി എന്നിവയെല്ലാമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്നെല്ലാം പറയുന്നു. അവന് ഒന്നും മനസ്സിലാകുന്നില്ല. അവനാകെ ഭയപ്പെട്ട് നിൽക്കുന്നു. അവന് റെസ്റ്റോറൻറ്റിൽ പണിയെടുക്കുകയായിരുന്നു. ഈ സമയത്ത് അവൻ അടുപ്പത്ത് വെച്ചിരുന്ന ഫുഡ് ഐറ്റംസൊക്കെ കത്തിക്കരിഞ്ഞ് പോകുന്നുണ്ട്. ഒന്നും അവന് ശ്രദ്ധിക്കുന്നില്ല. ഒപ്പമുണ്ടായിരുന്ന ആ ഷെഫ് ലേഡി വിളിച്ചുകൊണ്ട് പെട്രോ എന്താണ് സംഭവിച്ചത്, അത് കരിയുന്നു എന്ന് പറയുന്നു. ഒന്നുമില്ല, അത് അങ്ങനെ സംഭവിച്ചതാണെന്ന് പറയുന്നു. ഉടനെ തന്നെ അവൻ മറ്റൊരു ഐറ്റം പച്ചക്കറി ഇങ്ങനെ ചെത്തുന്നതിനിടെ അവൻ്റെ കൈ അറിയാതെ മുറിക്കുന്നു. അപ്പോൾ തന്നെ അവൾക്ക് അവനെന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. നീ ഓക്കെ അല്ലേ, എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന്. ഇതിനിടെ മാനേജർ കൂടി കടന്നു വരുന്നു. നീ ഓക്കെ അല്ലെന്ന് തോന്നുന്നു, ഇങ്ങനെയെങ്കിൽ നമുക്ക് കസ്റ്റമറിനെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല, നിൻ്റെ മനസ്സ് ഇവിടെയല്ല എന്നെല്ലാം പറയുന്നു. അപ്പോൾ അവൻ പറയുന്നു ഞാൻ രാത്രി ഒരുപാട് ഉറക്കമൊഴിച്ചത് കൊണ്ട്, ഞാൻ ഒരു മികച്ച മെനു ഉണ്ടാക്കാൻ വേണ്ടി രാത്രി ഉറക്കമൊഴിച്ചത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ സംഭവിച്ചത്, എനിക്കൊരാഴ്ചത്തെ ലീവ് വേണമെന്നെല്ലാം പറയുന്നു. അപ്പോൾ ആ മാനേജർ പറയുന്നു അത്രയും അടിപൊളി ഐറ്റം ആണെങ്കിൽ നിനക്ക് ഒരാഴ്ചത്തെ ലീവ് അനുവദിച്ചിരിക്കുന്നു, പക്ഷേ വരുന്ന ദിവസം കസ്റ്റമേഴ്സിനെ സന്തോഷിപ്പിക്കാൻ വകയുള്ള ഒരു അടിപൊളി കിടിലൻ തന്നെ മെനു ആയിരിക്കണമെന്ന് പറയുന്നു. അവൻ ഓക്കെ പറയുന്നു. അന്ന് വൈകുന്നേരം തന്നെ അവൻ റെസ്റ്റോറൻറ്റ് പുറത്ത് നിൽക്കുമ്പോൾ അവൻ്റെ ഫോണിലേക്ക് അമ്മ മെസ്സേജ് അയക്കുന്നു. നീ മെയിൻ ഷെഫായ ആദ്യ ദിവസം തന്നെ എങ്ങനെ ഉണ്ടായിരുന്നു മകനെ എന്ന് ചോദിക്കുന്നു. അതായിരുന്നു മെസ്സേജ്. അതിന് അവൻ ഏറെ കരഞ്ഞുകൊണ്ട് റീപ്ലൈ നൽകാൻ ഉദ്ദേശിക്കുന്നു. അമ്മേ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് അവൻ ടെക്സ്റ്റ് ചെയ്യുന്നു. പക്ഷേ അവൻ്റെ അമ്മ വളരെ ഹാപ്പിയാണ്. അമ്മയെ ദുഃഖിപ്പിക്കേണ്ട എന്ന് കരുതി അവൻ മെസ്സേജ് അയക്കുന്നില്ല. എന്നിട്ട് അവൻ തന്നെ ഏറെ വിഷമത്തോടെ അവിടെ നിൽക്കുന്നു. എന്തു പറയണമെന്ന് പോലും അവനറിയില്ല. കാരണം ബാധിച്ചത് മാരക ക്യാൻസറാണ്. വീട്ടിലെത്തിയ അവൻ ആ നായയോട് നന്ദി പറയുന്നു. നീ കാരണമാണ് എനിക്കിപ്പോൾ ക്യാൻസറാണെന്ന് തിരിച്ചറിഞ്ഞത് പോലും, നീ നക്കിയില്ലായിരുന്നുവെങ്കിൽ ഞാൻ ആ ടെസ്റ്റ് പോലും ചെയ്യുമായിരുന്നില്ല എന്ന് പറഞ്ഞ് നായയോട് നന്ദി പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ നായകനായ പെട്രോ ആ നായക്ക് കാരമെല്ലോ എന്ന പേര് നൽകുന്നു. കാരമെല്ലയാണ് നിനക്ക് രസം, ഒരുപാട് പേര് സജസ്റ്റ് ചെയ്തെങ്കിലും ഒടുവിൽ കാരമെല്ലോ എന്ന പേരിലെത്തുന്നു. അതേ കളറായതുകൊണ്ടാണ് നായകൻ പെട്രോ കാരമെല്ലോ എന്ന പേര് കൂടി നൽകിയത്. അങ്ങനെ ക്യാൻസറിൻ്റെ ചികിത്സക്കായി നായകനായ പെട്രോ ഹോസ്പിറ്റലിലേക്ക് എത്തുന്നു. അവിടെയുള്ള വഴികളിൽ അവൻ ഏറെ ഞെട്ടലോടെയുള്ള കാഴ്ചകളാണ് കാണുന്നത്. കാരണം ഓരോരുത്തർക്കും മാരകമായ പല ക്യാൻസറുകളും ബാധിച്ച്
തലയിൽ മുടിയില്ലാതെ പല രൂപത്തിലുമായത് അവനേറെ ഭയപ്പെടുത്തുന്നു. അങ്ങനെ പെഡ്രോക്ക് കീമോതെറാപ്പി സെക്ഷൻ ആരംഭിക്കുന്നു. ഇതിനിടെ അപ്പുറത്ത് കീമോ ചെയ്യുന്ന ഒരു ചങ്ങാതി നമ്മുടെ നായകനായ പെഡ്രോയെ വിളിക്കുന്നു. ഏയ് ഏയ്, നിനക്ക് ഒരു ബോൾ പോയെന്ന് കരുതി ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്നു. എന്ത് ബോളെന്ന് അവൻ ചോദിക്കുന്നു. നമ്മുടെ പ്രായത്തിലുള്ളവർക്ക് ടെസ്റ്റോസ്റ്റിറോൺ ക്യാൻസറാണ് വരിക, അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല, അത് വേഗം മാറുകയും ചെയ്യും, ഒരു ബോൾ പോയാൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നു. അപ്പോൾ നിനക്കതല്ലേ എന്ന് ചോദിക്കുമ്പോൾ നായകനായ പെട്രോ പറയുന്നു, അല്ല എനിക്കതല്ല എന്ന്. അപ്പോൾ നീ സേഫാണല്ലേ, നിനക്ക് 2 ബോളും ഉണ്ടല്ലേ എന്നെല്ലാം അവൻ പറയുന്നു. അതെ എനിക്കതാണ് എന്ന് പറയുന്നു. ഹലോ, നമുക്ക് പരിചയപ്പെടാം, എൻ്റെ പേര് ലിയോ എന്ന് പറഞ്ഞ് അവൻ കൈ കൊടുക്കുന്നു. പെഡ്രോയും തിരിച്ച് കൈ കൊടുക്കുന്നു. എൻ്റെ പേര് പെഡ്രോ. പെഡ്രോ പറയുന്നു, എനിക്ക് ബ്രെയിൻ ഗ്ലിയോമ എന്ന ക്യാൻസറാണ്. ഇത് കേട്ട് ലിയോയുടെ മുഖം മാറുന്നു. ലിയോ പറയുന്നു, ഹായ് പെഡ്രോ, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കും. ഞാൻ ഇവിടെ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷങ്ങളായി. ഡോക്ടർമാർ നമ്മളോട് പല കണക്കുകളും പറയും, അതിജീവിത സാധ്യത, മരണസാധ്യത എന്നെല്ലാം. 5% മാത്രം അതിജീവിത സാധ്യതയുള്ള പലരും ഇറങ്ങി നടക്കുന്നതും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതും കണ്ടിട്ടുണ്ട്. 95% രക്ഷപ്പെടാൻ സാധ്യതയുള്ളവർ പലരും പെട്ടിക്കകയിലായത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അതിലൊന്നും ഒരു കാര്യവുമില്ല എന്ന് അവൻ പറയുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് ഈ തലക്കുള്ളിലുള്ള പോസിറ്റീവ് മനോഭാവമാണെന്ന് ലിയോ പെഡ്രോയോട് പറയുകയാണ്. പക്ഷേ ലിയോയുടെ വാക്കുകൾ കേട്ട് തീർച്ചയായും ഇപ്പോൾ ഒരു ലൈഫ് കോച്ചുമായി എന്ന് പറഞ്ഞ് അവൻ കളിയാക്കുന്നു. കാരണം അവന് ബാധിച്ചത് ഗുരുതര രോഗമാണെന്ന് അവൻ പറയുന്നു. ഇതിൽ മോശമായി ഒന്നും വരാനില്ലെന്ന് അവൻ ലിയോയോട് പറയുകയാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും നമുക്ക് മാത്രം എന്തുകൊണ്ട് ഇത് വന്നു എന്ന്. ക്യാൻസർ ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ വ്യത്യസ്തരാകുന്നില്ല. ഇതാണ് യഥാർത്ഥ ജീവിതം, ഇതും പോരാടിയേ പറ്റൂ എന്ന് ലിയോ പെഡ്രോയോട് പറയുകയാണ്. ലിയോയാകട്ടെ പെഡ്രോക്കൊരു ഗിഫ്റ്റൊക്കെ നൽകുകയാണ്, ഒരു ചെറിയ പുസ്തകം. അതിൽ ഒരുപാട് പേജുകളിൽ അദ്ദേഹം അതിൻ്റെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട്. അത് കണ്ട് പെഡ്രോ ഏറെ സന്തോഷിക്കുന്നു. കാരണം മനോഹരമായൊരു ഗിഫ്റ്റ് തന്നെയാണ് പെഡ്രോക്ക് ലിയോ നൽകിയത്. ഇതിനിടെ ആ ട്രെയിനിങ് സ്കൂളിലെ ആ ട്രെയിനേഴ്സായ നമ്മുടെ നായികയൊക്കെ വളരെ വലിയ കടത്തിലാണെന്ന് സിനിമയുടെ ഒരു ഭാഗത്ത് കാണിക്കുന്നുണ്ട്. അവൾക്കൊരു കോൾ വരുന്നു, തരാനുള്ള പണം എത്രയും പെട്ടെന്ന് നൽകണമെന്നൊക്കെ പറയുന്നുണ്ട്. ഈ സമയത്താണ് നായകനായ പെട്രോ നായയെയും കൂട്ടി അങ്ങോട്ട് വരുന്നത്. അവൾ ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, നീ ഇതിനെ വീണ്ടും വിൽക്കാൻ വന്നതാണോ എന്ന്. അപ്പോൾ അവൻ പറയുകയാണ്, അല്ല, ഞാനിതിനെ നിങ്ങളുടെ ട്രെയിനിങ് സ്കൂളിൽ ചേർക്കാൻ വന്നതാണെന്ന്. അപ്പോൾ അവർ ഒപ്പമുള്ള പെണ്ണിന് സന്തോഷമാകുന്നു, കാരണം പണം ലഭിക്കുമല്ലോ. അങ്ങനെ ഏത് പ്ലാനാണ് വേണ്ടത്, സിൽവർ ഉണ്ട്, ഡയമണ്ട് ഉണ്ട് എന്നെല്ലാം പറയുന്നു. ഇത് കേട്ട് അവൻ ചിരിക്കുന്നു. അങ്ങനെ നായയെ അവിടെ സ്കൂളിൽ ചേർത്തി. എന്നാൽ ആ സമയത്താകട്ടെ ഇരുവരും അടുക്കാൻ തുടങ്ങുന്നു, നായകനും പിന്നെ അവിടെയുള്ള ആ നായികയും തമ്മിൽ. അങ്ങനെ ഇരുവരും പതിയെ പ്രണയത്തിലാകാൻ തുടങ്ങുന്നു. നായയുടെ അനുസരണ അവരുടെ പ്രണയമായി പതിയെ മാറിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നായകനായ പെഡ്രോ ആകട്ടെ അവൻ്റെ അമ്മയെ കാണാൻ പോവുകയാണ്. ഒരുപാട് നാളായി അമ്മയെ കണ്ടിട്ട്. പക്ഷേ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് വെച്ചാൽ അമ്മയോട് തുറന്നു പറയണം തനിക്ക് ക്യാൻസർ ആണെന്ന്. അതിന് അവന് സാധിക്കുമോ ഇല്ലയോ എന്നാണ് അവന് പോലും അറിയാത്തത്. അങ്ങനെ നായയെയും കൂട്ടി, അതായത് നമ്മളെ കരബല്ലയെയും കൂട്ടി അവൻ്റെ അമ്മേൻ്റെ അടുത്തെത്തുകയാണ്. നായ അവിടെ എത്തിയ ഉടനെ തന്നെ അവൻ്റെ അമ്മേൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ വെള്ളപ്പൈപ്പ് എടുത്ത് കടിച്ച് വലിക്കുന്നു. അവൻ്റെ അമ്മ ആദ്യം ഒന്ന് പേടിക്കുന്നുണ്ട്. പിന്നെ മകനെ കണ്ട സന്തോഷത്തിൽ, എന്താടാ നീ നായയൊക്കെ കൂട്ടാൻ തുടങ്ങിയോ, നിനക്കല്ല സമയമില്ലാത്തത് എന്നൊക്കെ ചോദിക്കുന്നു. എന്താ മകനെ നീ വല്ലാതിരിക്കുന്നതെന്ന് അമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ മനസ്സിൽ ഓർക്കുകയാണ്, അമ്മയോടെങ്ങാനും ഇത് പറഞ്ഞാൽ എന്താകും അവസ്ഥ എന്ന്. അങ്ങനെ അവൻ ചിന്തിക്കുകയാണ്. എന്നിട്ട് അവൻ പറയുന്നില്ല, അത് വർക്ക് പ്രഷർ കൊണ്ടാണ് അമ്മേ, ഒരുപാട് മെനുകളെല്ലാം ഉണ്ടാക്കാനുണ്ട്, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയെല്ലാം എന്ന് അവൻ പറയുന്നു. അങ്ങനെ അവൻ ഒരുപാട് നേരം അമ്മയുമൊത്ത് ചിലവഴിച്ച് ഭക്ഷണമെല്ലാം ഉണ്ടാക്കുന്നു. എന്നിട്ട് പോകാൻ സമയമാകുമ്പോൾ കടൽ തീരത്ത് നിന്ന് കരബല്ലയോട് പറയുകയാണ്, ഞാൻ എൻ്റെ അമ്മയോട് എന്താണ് പറയാത്തത് നിനക്കറിയാമോ? എൻ്റെ അമ്മ എപ്പോഴും സന്തോഷിച്ച് നിൽക്കുന്ന ആളാണ്. ഇതെങ്ങാനും പറഞ്ഞാൽ അമ്മയുടെ ആ സന്തോഷം മുഴുവൻ കെടും. അടുത്ത ദിവസം തന്നെ ആ ഡോഗ് സ്കൂളിൻ്റെ മറ്റൊരു സ്ത്രീ പറയുകയാണ്, കമീല ആരാ വരുന്നത് എന്ന് നോക്കിക്കേ, നീ കാത്തിരുന്നവൻ വരുന്നു എന്ന് പറയുന്നു. നമ്മുടെ നായികയാകട്ടെ പെട്ടെന്ന് മുടിയെല്ലാം ശരിയാക്കി അവൻ്റെ അടുത്തേക്ക് വരികയാണ്. ഒപ്പമുള്ള സ്ത്രീ പറയുകയാണ്, ഓവറാക്കി ചളമാക്കല്ലേ എന്ന്. അങ്ങനെ നായകനായ പെഡ്രോ നായികയോട് പറയുകയാണ്, ഒരു പ്രശ്നമുണ്ട്, നമ്മുടെ കരബല്ലയോ കഴിഞ്ഞ ദിവസം ബീച്ചിൽ വെച്ച് കാണാതായി എന്ന്. അവരെല്ലാവരും ഷോക്കാകുന്നു. അപ്പോൾ നായകൻ പറയുകയാണ്, പകരം ഞാൻ മറ്റൊരുവനെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന്.
എന്നിട്ട് നമ്മുടെ ഷാർക്കിൻ്റെ ഡ്രസ്സൊക്കെ അണിഞ്ഞ് കരബെല്ലയെ അവൻ പുറത്തെത്തിക്കുന്നു. ഇത് കണ്ട് എല്ലാവരും ചിരിക്കുന്നു. കാരണം അത്രമേൽ മനോഹരമായ ഡ്രസ്സും ധരിച്ചാണ് കരബെല്ലയുടെ വരവ്. അവരെ ഒന്ന് പ്രാങ്ക് ചെയ്തതാണ് നായകനായ പെഡ്രോ. അങ്ങനെ അവൻ അവളോട് ചോദിക്കുന്നു, നമുക്കൊരു ഡിന്നറിന് പോയാലോ എന്ന്. എന്താ നീ പറഞ്ഞത് എന്ന് ചോദിക്കുന്നു. അതെ, ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്ന എൻ്റെ റെസ്റ്റോറൻറ്റിൽ ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടുള്ള ഐറ്റം ഇറക്കുന്നുണ്ട്, അതുകൊണ്ട് നീ ഡിന്നറിന് വരാമോ എന്ന് ചോദിക്കുന്നു. അവളിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതിനിടെ അവളുടെ ഫ്രണ്ട് ഓക്കെയാണ്, ഞങ്ങൾ വരാമെന്ന് പറയുന്നു. അപ്പോൾ നായിക പറയുന്നു, എനിക്ക് തിരക്ക് പിടിച്ച ഷെഡ്യൂളുണ്ട്, ഇവയെല്ലാം നോക്കേണ്ടേ എന്ന്. അപ്പോൾ കൂട്ടുകാരി പറയുകയാണ്, ഒരു ഷെഡ്യൂളുമില്ല, അവയൊക്കെ നോക്കാൻ ഞാൻ മറ്റൊരാളെ ഏൽപ്പിച്ചോളാം, ഞങ്ങൾ വരാമെന്ന് പറയുന്നു. അന്ന് രാത്രി എന്തൊക്കെയാണ് മെനു ഉണ്ടാക്കേണ്ടതെന്ന് പെഡ്രോ എല്ലാവരോടും വിളിച്ച് പറയുന്നു. അപ്പോൾ യെസ് ഷെഫ് എന്ന് എല്ലാവരും പറയുന്നു. ഇതിനിടെ കിച്ചൺ ഡ്യൂട്ടി മാനേജർ വന്ന് പറയുകയാണ്, നിൻ്റെ ഫുഡിൻ്റെ ഐറ്റംസിനെ കുറിച്ച് എല്ലാവരും വാ തോരാതെ സംസാരിക്കുകയാണ്, ഓരോരുത്തരായി വന്നുകൊണ്ടിരിക്കുകയാണ്, നിന്നിലാണ് എൻ്റെ മുഴുവൻ പ്രതീക്ഷയും എന്ന് പറയുകയാണ്. ഇതിനിടെ അവൻ്റെ ഒപ്പമുള്ള ആ ലേഡി ഷെഫ് പറയുകയാണ്, നീ നേരത്തെ പറഞ്ഞ ആ പെൺകുട്ടി വന്നിട്ടുണ്ട് എന്ന്. അവർ വാതിലിലൂടെ നോക്കിക്കൊണ്ട് ആ ലേഡി ഷെഫ് പറയുകയാണ്, എടാ നിൻ്റെ സെലക്ഷൻ സൂപ്പറാണല്ലോ, നല്ല സുന്ദരിയെ തന്നെയാണല്ലോ നീ കണ്ടുവച്ചത്, മുഖത്തൊരു ഐശ്വര്യമൊക്കെയുണ്ട്, എന്നാലും ഈ സുന്ദരി എന്ത് കണ്ടിട്ടാണ് നിന്നെ ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ അവൻ അവളോട് ചോദിക്കുകയാണ്, എന്നെ കൊള്ളില്ലേ എന്ന്. നിൻ്റെ പുരികമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നിൽക്കുന്നു, അതൊന്നും വൃത്തിയാക്കിയില്ല എന്നൊക്കെ പറയുന്നു. എന്നാൽ നീ ഇവിടെ നിൽക്ക്, ഞാൻ അവളുടെ അടുത്തൊന്ന് പോയി വരാമെന്ന് പറഞ്ഞ് നായകനായ പെട്രോ അവളുടെ അടുത്തേക്ക് നീങ്ങുന്നു. അവൾ അവനോട് ഹായ് എന്ന് പറയുന്നു. കലക്കിയിട്ടുണ്ടല്ലോ നിന്നെ കാണാൻ എന്ന് പറയുന്നു. അപ്പോൾ കൂടെയുള്ള സുഹൃത്ത് ചോദിക്കുന്നു, എന്താ നീ പറഞ്ഞത്? അല്ല, ഭക്ഷണം കലക്കിയിട്ടുണ്ടല്ലോ എന്ന് നായിക പറയുന്നു. ഷെഫിന് ഞങ്ങളെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത് ഏറെ നിരാശയാണ് എന്ന് അവൾ പറയുന്നു. അതിന് സാരമില്ല, ഞാൻ നിങ്ങളുടെ ഒപ്പം തന്നെ ഉള്ളിലുണ്ടല്ലോ എന്ന് അവൻ തനിക്ക് വേണ്ടി ഞാൻ ഇന്ന് എല്ലാ വിഭവങ്ങളും ഉണ്ടാക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഇത് കേട്ട് അവളുടെ സുഹൃത്ത് അവൾ ചിരിക്കുന്നു. അപ്പോഴല്ല, നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാ വിഭവങ്ങളും ഞാൻ ഉണ്ടാക്കിത്തരാമെന്ന് നായകൻ പറയുന്നു. ഇതേ സമയത്ത് തന്നെ ഉള്ളിലെ മറ്റൊരു സ്ത്രീ വന്ന് പറയുന്നു, ഷെഫ് ഈ വിഭവം എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കേന്ന്. അവൻ ടേസ്റ്റ് ചെയ്യുന്നു, ഒക്കെ പെർഫെക്റ്റ് ആണ്, ഉപ്പ് തീരെയില്ല, കുറച്ച് ഉപ്പ് ഇട്ടോ എന്ന് പറഞ്ഞ് അവൻ തന്നെ കുറച്ച് ഉപ്പ് വാരിയിടുന്നു. നായകനായ പെഡ്രോയുടെ സുഹൃത്തായ ലേഡി ഷെഫ് പറയുന്നു, പെഡ്രോ ഇതൊക്കെ നോക്കിക്കേ, കൗണ്ടറിലൊക്കെ മുടി കിടക്കുന്നു, ഇത് നിൻ്റേതാണോ എന്ന് ചോദിക്കുന്നു. അവന് ക്യാൻസർ ആയതിനാൽ തന്നെ അവൻ്റെ മുടി കൊഴിയുന്നുണ്ട്, അതവർക്കൊന്നും അറിയില്ല. അപ്പോൾ അവൻ പറയുന്നു, നീ ആ തലയിലിടുന്ന സാധനമൊന്ന് കാട്ടിക്കേ, എൻ്റെ മുടി തന്നെ ആയിരിക്കുമെന്ന് അവൻ പറയുന്നു. ഇതിൻ്റെ ഇടയ്ക്കാണ് മാനേജർ കയറി വരുന്നത്. എന്നിട്ട് പറയുന്നു, എന്താണ് കാട്ടിയത്, ഇത് അവർ വായിൽ വെക്കാൻ കഴിയുന്നില്ല, ഉപ്പ് കൂടുതലാണ് എന്നാണ് പറയുന്നത് എന്ന് പറയുന്നു. അപ്പോൾ ഷെഫ് നമ്മുടെ നായകൻ പറയുകയാണ്, ഇത് ഞാൻ ഇപ്പോൾ കഴിച്ചു നോക്കിയിട്ടുള്ളൂ, ഒരു ഉപ്പും കൂടുതലുണ്ടാകില്ല, പൗളോ നീ ഒന്ന് കഴിച്ചു നോക്കുക എന്ന് പറഞ്ഞ് ലേഡി ഷെഫിനെ കൊടുക്കുന്നു. ലേഡി ഷെഫ് കഴിച്ചുകൊണ്ട് പറയുന്നു, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന്. നീ സത്യം പറ എന്ന് അവൻ പറയുന്നു. അപ്പോൾ അവൾ പറയുന്നു, വായിൽ പോലും വെക്കാൻ സാധിക്കുന്നില്ല, അത്രയും ഉപ്പുണ്ടെന്ന്. എന്നിട്ട് അവൻ കഴിച്ചു നോക്കുന്നു, ഇല്ല ഇതിൽ ഉപ്പില്ലല്ലോ, പാകമാണ് എന്ന് പറയുന്നു. വീണ്ടും കഴിക്കുന്നു. അങ്ങനെ അവന് പെട്ടെന്ന് പ്രഷർ കയറുകയും പെട്ടെന്ന് തന്നെ അവിടെ തല കറങ്ങി വീഴുകയും ചെയ്യുന്നു. കാരണം അവനത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അവൻ രുചി നോക്കുമ്പോൾ ഉപ്പ് തീരെയില്ല. പലരും വിളിക്കുന്നുണ്ട്, പക്ഷേ ആരെ വിളിയും അവന് കാണുന്നു പോലുമില്ല. അങ്ങനെ അവൻ തല കറങ്ങി അവിടെ വീഴുന്നു. ഈ സമയത്ത് ഡോക്ടർമാർ അവനോട് പറയുകയാണ്, ഞങ്ങൾക്കാവുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു, ഇനി സർജറിയുടെ സമയത്ത് ചിലപ്പോൾ നിനക്ക് പോയ രുചിയും എല്ലാം തിരിച്ചു വന്നേക്കാം, ഉടനെ തന്നെ സർജറി ചെയ്യണമെന്ന് പറയുന്നു. ഇതെല്ലാം കേട്ടിരിക്കുന്ന നായികയെ കാണാം. അവൾ വന്ന ഉടനെ ഹേയ് എന്ന് പറയുന്നു. അവനും ഹായ് നീ ഇവിടെ ഉണ്ടോ, ടെൻഷൻ കൂടിയത് കൊണ്ടാവാം, മെനുവിൻ്റെ കാര്യമൊക്കെ നോക്കേണ്ടേ, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അവൻ പറയുന്നു. അപ്പോൾ അവൾ പറയുന്നു, എനിക്കറിയാം നിനക്ക് ക്യാൻസർ ആണെന്ന്, ഞാനിവിടെ നിന്നത് നിൻ്റെ ഭാര്യയാണെന്ന് പറഞ്ഞുകൊണ്ടാണ്, നിൻ്റെ ഉള്ളിലേക്ക് അങ്ങനെ കയറിയതാണ് എന്ന് അവൾ പറയുന്നു. ഇതെല്ലാം കണ്ട് അവൻ സങ്കടത്തോടെ കരയുന്നു. അവൾ ചോദിക്കുന്നു, നിന്നോട് ഡോക്ടർ എന്താണ് പറഞ്ഞത് എന്ന്. അവൻ പറയുകയാണ്, എൻ്റെ ചികിത്സ ഫലിച്ചിട്ടില്ല, ട്യൂമർ വലുതായിട്ടുണ്ട്, ഇപ്പോൾ വീണ്ടും ഗുരുതരമാവുകയാണ്, അതുകൊണ്ട് ഒരാഴ്ചക്കുള്ളിൽ തലച്ചോറിൽ ഒരു മേജർ ഓപ്പറേഷൻ വേണ്ടി വരുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്ന് അവൻ അവളോട് പറയുകയാണ്. ഇതെല്ലാം അറിഞ്ഞ് അവൾ അവനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് അവൻ പറയുകയാണ്, എനിക്ക് വീട്ടിൽ പോകണം. അങ്ങനെ കാറിൽ വെച്ച് അവൾ പറയുകയാണ്, പെഡ്രോ എല്ലാം ശരിയാവുമെന്ന് കേട്ടത് കൊണ്ട് മാത്രം ഒന്നും ആകില്ലെന്ന് എനിക്കറിയാം. അപ്പോൾ അവൻ അപ്പോൾ തന്നെ പറയുകയാണ്, കമല വേണ്ട, അങ്ങനെയുള്ള മോട്ടിവേഷനുകളൊന്നും എനിക്ക് വേണ്ട. അവൻ കരഞ്ഞുകൊണ്ട് അവളോട് പറയുകയാണ്, ഇതിനെനിക്ക് ചികിത്സയില്ല, അടുത്തയാഴ്ച എൻ്റെ തല അവർ കീറി തുറക്കും, എന്നിട്ട് ഞാൻ ചിലപ്പോൾ മരിച്ചേക്കാം, ഇനി മരിച്ചില്ലെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവൻ അങ്ങനെ കിടന്നേക്കാം,
അല്ലാതെ ഒരു തിരിച്ചുവരവുണ്ടാകില്ല എന്ന് അവൻ പറയുകയാണ്. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൻ പറയുകയാണ്, എനിക്കൊന്ന് തനിച്ചിരിക്കണം, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവൻ വീട്ടിലേക്ക് പോകുന്നു. നായകനായ പെഡ്രോയാകട്ടെ അന്ന് മുഴുവനും കരഞ്ഞു തീർക്കുകയാണ് വീട്ടിലിരുന്നു കൊണ്ട്. ഒന്നും ചെയ്യാനാകുന്നില്ല. സങ്കടം കൊണ്ട് പെഡ്രോ കരയുന്നു. നിസ്സഹായനായിക്കൊണ്ട് നമ്മുടെ കരബെല്ലോ അത് നോക്കി നിൽക്കുകയാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ ക്യാൻസർ പേഷ്യൻ്റായ ലിയോ അവിടേക്ക് വരികയാണ്. പെഡ്രോ എന്ന് പറഞ്ഞുകൊണ്ട് അവനെ കെട്ടിപ്പിടിക്കുന്നു. നീ എന്താ ഫോണൊന്നും അടിച്ചിട്ട് എടുക്കാത്തത്, മെസ്സേജൊന്നും ഇല്ലാത്തത്? നീ എന്തിനാണ് കീമോ ഇങ്ങനെ മുടക്കുന്നത്? ഇത് വളരെ വലിയ അപകടമാണ്, കീമോ മുടക്കരുതെന്ന് പറയുന്നു. എന്നിട്ട് പറയുന്നു, ഓക്കെ ശരിയല്ലേ, നിൻ്റെ ഓപ്പറേഷൻ ഇനി എത്ര ദിവസമുണ്ട്? അപ്പോൾ നായകൻ ചോദിക്കുകയാണ്, അതെങ്ങനെ നീ അറിഞ്ഞത്? അതൊക്കെ അറിയാനാണ് പണിയെന്ന് അവൻ പറയുന്നു. പെഡ്രോ പറയുകയാണ്, ഇനി സർജറിക്ക് 7 നാൾ കൂടിയുണ്ട്. അപ്പോൾ അവൻ പറയുന്നു, 7 നാളില്ല, 6 നാൾ, കാരണം ഇന്നത്തേത് കഴിഞ്ഞു, ഇനിയുള്ള ബാക്കിയുള്ള 6 നാൾ നമുക്ക് അടിപൊളിയാക്കണമെന്നെല്ലാം പറയുകയാണ്. അങ്ങനെ അവർ സ്പ്രേ പെയിൻറ്റും എടുത്ത് അവിടെയുള്ള ചുമരുകളെല്ലാം മനോഹരമാക്കുന്നു. അവർക്ക് തോന്നുന്ന ചിത്രങ്ങളെല്ലാം അവർ വരയ്ക്കുന്നു. അങ്ങനെ ഇരുവരും തമ്മിൽ എൻജോയ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. നീ പിന്നെ നിൻ്റെ പെണ്ണിനെ പോയി കണ്ടിരുന്നോ എന്ന് ലിയോ ചോദിക്കുകയാണ്. അപ്പോൾ നായകൻ പറയുകയാണ്, അതിനുശേഷം ഞാൻ അവളെ കണ്ടിട്ടില്ല, എനിക്കൊരു മടിയൊക്കെ തോന്നുന്നു എന്ന് അവൻ പറയുന്നു. അപ്പോൾ ദേഷ്യം പിടിച്ച് ലിയോ പറയുകയാണ്, കരബെല്ലയോട് പറയുകയാണ്, ഈ ഗുണാഞ്ജനയാണോ നീ ഇങ്ങനെ പിന്നാലെ നടക്കുന്നത് എന്നെല്ലാം ചോദിക്കുന്നു. നമ്മളിപ്പോൾ ജീവനോടെയുണ്ട്, ഇപ്പോൾ മരിച്ചു പോകുന്ന കാര്യമല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, നീ അവളെ പോയി കാണണം എന്ന് പറയുന്നു ലിയോ. അത് ശരിവെക്കുകയാണ് നമ്മുടെ പെഡ്രോ. എന്നിട്ട് ലിയോ അവനൊരു ഗിഫ്റ്റ് നൽകുന്നു. ആ ബുക്ക് തന്നെ അവൻ മറ്റൊരു ചിത്രം വരച്ചുകൊണ്ട്. അങ്ങനെ ഇരുവരും ഏറെ സന്തോഷത്തോടെ അവിടെ നിൽക്കുന്നു. ഈ സമയത്ത് നായികയും അവളുടെ ഫ്രണ്ടും പെറ്റ് സ്കൂളിലാണ്. അവിടെ നിന്ന് അവൾ ഒരു ലെറ്റർ വായിക്കുകയാണ്. നമുക്കിനി 1 മാസമേ സമയമുള്ളൂ, അതിനിടെ മുഴുവൻ പണവും തീർക്കണം. അപ്പോൾ നായിക പറയുകയാണ്, നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്തേ പറ്റൂ, ഒരു പ്ലാൻ ബി വേണമെന്ന്. അപ്പോൾ കൂട്ടുകാർ പറയുകയാണ്, നമ്മളിപ്പോൾ പ്ലാൻ സെഡ് വരെ കഴിഞ്ഞു, ഇനി ഒരു പ്ലാനും ഇല്ല നമ്മുടെ പക്കൽ, നമുക്കിതെല്ലാം പൂട്ടിപ്പോകേണ്ടി വരും. ഈ സമയത്താണ് നായകനായ പെഡ്രോ കടന്നു വരുന്നത്. ഹായ് എന്ന് പറഞ്ഞു വരുന്നു. അവൾ ഒരിക്കലും കരുതിയില്ല പെഡ്രോ ഇപ്പോൾ വരുമെന്ന്. നിങ്ങൾ ഓക്കെ അല്ലേ എന്ന് പെഡ്രോ ചോദിക്കുന്നു. ഞങ്ങൾ ഓക്കെയാണെന്ന് അവൾ അപ്പോൾ തന്നെ പറയുന്നു. നീ സുഖമല്ലേ എന്ന് അവൾ തിരിച്ച് ചോദിക്കുന്നു. ഞാൻ ഫൈൻ, ഞാൻ സുഖമായിരിക്കുന്നു. അന്ന് ഞാൻ നിന്നോട് പലതും പറഞ്ഞു, അതിന് ഞാൻ സോറി ചോദിക്കാനാണ് വന്നത്, അന്ന് അങ്ങനെയൊന്നും പറയാൻ പാടില്ലായിരുന്നു എന്ന് പെഡ്രോ പറയുകയാണ്. അപ്പോൾ തിരിച്ച് അവളും സോറി പറയുന്നു. നായകൻ ചോദിക്കുകയാണ്, നമുക്കൊന്ന് നടന്ന് സംസാരിച്ചാലോ എന്ന്. അങ്ങനെ അവർ ഇരുവരും നടന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ കരവലയോ നോക്കുമോ എന്ന് അവളോട് ചോദിക്കുന്നു. നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് അവൾ പറയുന്നു. അപ്പോൾ അവൻ വീണ്ടും പറയുന്നു, നീ നോക്കുമോ ഇല്ലയോ പറ എന്ന്. അപ്പോൾ അവൾ തീർച്ചയായും ഞാൻ നോക്കുമെന്ന് പറയുന്നു. എന്തായിരുന്നു നിങ്ങളെ അവിടെയുള്ള പ്രശ്നം എന്ന് ചോദിക്കുകയാണവൻ. ഒന്നുമില്ല എന്ന് അവൾ പറയുമ്പോൾ, നീ ഉള്ളതുപോലെ പറ എന്ന് അവൻ പറയുകയാണ്. അങ്ങനെ അവിടെ കടം കയറി ഈ മാസം തന്നെ ഒഴിയണമെന്നാണ് പറയുന്നത്. ഈ മാസത്തിനുള്ളിൽ പണമടക്കണമെന്നെല്ലാം അവൾ അവനോട് പറയുകയാണ്. പിന്നെ ക്യാൻസർ ബാധിച്ച് കീമോ ചെയ്യുന്നത് കൊണ്ട് തന്നെ നായകൻ്റെ മുടിയെല്ലാം പോകുന്നുണ്ട്. നായിക അവൻ്റെ തല മൊട്ടയടിക്കുകയാണ്. ഫുൾ ക്ലീൻ സെറ്റപ്പ് ചെയ്ത് സുന്ദര കുട്ടപ്പനാക്കി എടുക്കുകയാണ് നമ്മുടെ നായകനെ. എന്നിട്ട് അവൾ പറയുന്നു, നീ ഇപ്പോഴാണ് കൂടുതൽ ക്യൂട്ടായത് എന്നൊക്കെ. അങ്ങനെ നായകൻ നായികയോട് പറയുകയാണ് ഫുഡ് കഴിക്കുന്ന സമയത്ത്, നാളെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചെയ്യണമെന്ന്, പിന്നെ നിനക്ക് വേണ്ടി മറ്റൊരു കാര്യം കൂടി ചെയ്യാനുണ്ടെന്നെല്ലാം അവൻ പറയുകയാണ്. അങ്ങനെ അടുത്ത ദിവസം തന്നെ നായകൻ അവൻ്റെ അമ്മയെ കാണാൻ പോവുകയാണ്. ഇതുവരെ അവന് ക്യാൻസറുള്ള വിവരം അവൻ്റെ അമ്മയെ അറിയിച്ചിട്ട് പോലുമില്ല. അവനെ കണ്ടതും അവൻ്റെ മുടിയില്ലാത്തതും അവൻ്റെ മുഖവുമെല്ലാം കണ്ട് അമ്മ അത് തിരിച്ചറിയുന്നു. എന്നിട്ട് അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ ലിയോയും നായകനും ചേർന്ന് മറ്റൊരു കാര്യം പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു. അവർ അവിടെയുള്ള ഒരു പഴയ വെഹിക്കിൾ ബോഡി എടുത്ത് അത് സെറ്റപ്പ് ആക്കുകയാണ്. അതിൽ ചിത്രം വരയ്ക്കുന്നതാകട്ടെ ലിയോയുമാണ്. അങ്ങനെ അവൻ്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ പെറ്റ്സിനും ആളുകൾക്കും ഒപ്പം കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ബിസിനസ് തന്ത്രമാണ്, അതും സഞ്ചരിക്കുന്നത്. അങ്ങനെ ഇതവൻ അവൾക്കായി സമർപ്പിക്കുകയാണ്. എൻ്റെ കടത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഇവിടെ തീരുമെന്ന് അവൻ അവളോട് പറയുന്നു. ഇത് കണ്ട് അവൾ ഷോക്കാവുകയാണ്. ഇത്രയും ഒരു സർപ്രൈസ് അവളും പ്രതീക്ഷിച്ചിരുന്നില്ല. അടുത്ത ദിവസം കീമോ ചെയ്യാനായി പെഡ്രോ ഹോസ്പിറ്റലിൽ എത്തുകയാണ്. എന്നാൽ കൂട്ടുകാരനായ ലിയോ ഇരിക്കുന്ന സ്ഥലത്ത് മറ്റൊരു പേഷ്യൻ്റാണ് ഇരിക്കുന്നത്. പെട്ടെന്ന് അവൻ ഡോക്ടറോട് ചോദിക്കുന്നു, ലിയോ എവിടെയെന്ന്. എൻ്റെ കൂടെ വാ എന്ന് ഡോക്ടർ പറയുന്നു. അവന് നോക്ക്, ലിയോക്ക് പൾമറി എംബോളിസം ഉണ്ടായിരുന്നു,
കഴിഞ്ഞ ദിവസം അവനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. പക്ഷേ ഇന്നലെ ഞങ്ങൾക്ക് അവനെ രക്ഷിക്കാൻ സാധിച്ചില്ല. പെഡ്രോ പറയുകയാണ്, ഞാൻ കഴിഞ്ഞ ദിവസമാണല്ലോ അവനെ കണ്ടത്, അവനൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ലല്ലോ എന്ന്. ഡോക്ടർ പറയുകയാണ്, അവൻ്റെ ക്യാൻസർ കീമോതെറാപ്പിയോട് പ്രതികരിക്കുന്നുണ്ടായിരുന്നില്ല വർഷങ്ങളോളമായി. പക്ഷേ അവൻ എന്നും മുടങ്ങാതെ കീമോ ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ പെഡ്രോ, ലിയോക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നുവെന്ന് ഡോക്ടർ പറയുകയാണ്. അവൻ നിനക്കൊരു സമ്മാനം നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലിയോ നൽകിയ സമ്മാനം നമ്മുടെ പെഡ്രോക്ക് ഡോക്ടർ കൈമാറുകയാണ്. അവനെന്ന് നൽകുന്നത് പോലെ തന്നെ ഒരു കുറച്ച് പേജുകളിൽ ചിത്രങ്ങളാണ്. അതിൻ്റെ മുൻപേജിൽ ഇങ്ങനെ എഴുതിയിരുന്നു, പെഡ്രോ, ഇത് നീ വായിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാൻ സമയം തികഞ്ഞില്ലെന്നാണ് അർത്ഥം. പെഡ്രോ, ഈ ലോകത്ത് ഒരു കാര്യം അടയാളപ്പെടുത്തുന്നതിലല്ല കാര്യം, മറ്റൊരാളെ എങ്ങനെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയുന്നു എന്നതിലാണ് കാര്യം. താങ്ക് യു, ലവ് യു ബോയ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ലിയോ പെഡ്രോക്ക് ആ ഗിഫ്റ്റിൽ നൽകിയ മെസ്സേജ്. എന്നിട്ട് ഒരുപാട് ചിത്രങ്ങളുമുണ്ട്. ഇത് പുഞ്ചിരിയോടെ ഏറെ സങ്കടത്തോടെയാണ് പെഡ്രോ വായിച്ചു തീർക്കുന്നത്. താൻ ഹോസ്പിറ്റലിലേക്ക് വന്ന അന്ന് ലിയോ എങ്ങനെയാണോ തന്നോട് പെരുമാറിയത് അത് എല്ലാം പെഡ്രോക്ക് ഓർമ്മയുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവൻ അന്നവിടെ വന്ന ആ പുതിയ പേഷ്യൻറ്റിനോട് പെരുമാറുകയാണ്. ഓരോ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. ഇങ്ങനെ വിഷമത്തോടെ നിൽക്കുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല, എല്ലാം നമ്മുടെ മൈൻഡിൻ്റെ കളിയാണ്. മൈൻഡ് പോസിറ്റീവ് ആയിരിക്കണം, അതാണ് ഏറ്റവും നല്ല കാര്യമെന്നെല്ലാം ലിയോ പറഞ്ഞതുപോലെ തന്നെ പെഡ്രോ ഇന്ന് അവനോട് പറയുകയാണ്. അങ്ങനെ അടുത്ത ദിവസം പെഡ്രോ പറയുകയാണ്, ഈ പരിപാടി നമ്മൾ വിജയിപ്പിക്കും. ഇത് ലിയോയുടെയും എൻ്റെയും പ്ലാൻ ആയിരുന്നു. ലിയോ ആകാശത്ത് ഇതെല്ലാം കാണുന്നുണ്ടാകും. അതുകൊണ്ട് ലിയോക്ക് വേണ്ടി നമ്മൾ പോരാടുകയാണ്. നമ്മൾ ഇത് വിജയിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെഡ്രോ തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ ആദ്യ ദിവസം തന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നു. അവരുടെ പ്ലാനെല്ലാം സക്സസ് ആകുന്നു. കാരണം അവർ പ്രതീക്ഷിച്ചതിലും കൂടുതൽ ആളുകളായിരുന്നു അന്നവിടെ വന്നത്. അന്ന് രാത്രിയാകുന്നു. നായികയും നായകനൊക്കെ ഒരുപാട് സന്തോഷത്തിലാണ്. കാരണം അവളുടെ കടം തീർക്കാനുള്ള നല്ല വഴിയാണ് നായകൻ കണ്ടെത്തി കൊടുത്തത്. അത് സക്സസ് ആയിരിക്കുന്നു. നായകൻ പറയുന്നു, ഞാൻ ഈ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ട് വരാമെന്ന്. രാത്രി കരബല്ലയോടെല്ലാം വർത്തമാനം പറഞ്ഞ് അവൻ പാത്രം മൂറുന്നതിനിടെ അവന് ശക്തമായ തലവേദന വരുന്നു. ഒന്നും കാണാൻ സാധിക്കുന്നില്ല. കരബല്ലയാകട്ടെ ഒരുപാട് കുരച്ച് ആളുകളെ കൂട്ടാൻ ശ്രമിക്കുന്നൊക്കെയുണ്ട്. പക്ഷേ നമ്മുടെ നായകന് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. അവന് തലകറങ്ങി പെട്ടെന്ന് തന്നെ അവിടെ വീഴുന്നു. ഈ സമയത്ത് അടുപ്പത്ത് എന്തോ സാധനം അവൻ വെച്ചിരുന്നു. അതിൽ നിന്ന് പതിയെ അവിടെ ഉണ്ടായിരുന്ന തുണിക്കഷ്ണത്തിലേക്കും തീ പടരുന്നു. ഇതെല്ലാം കണ്ട് നമ്മുടെ കരബല്ലയാകട്ടെ ഒരുപാട് കുരക്കുന്നു. അവനെ എണീപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തുന്നുണ്ട്. തീ പടരുന്നത് ശ്രദ്ധിച്ച നമ്മുടെ കരബല്ലയാകട്ടെ അവൻ്റെ ഷർട്ടെല്ലാം പിടിച്ച് അവനെ പുറത്തേക്ക് ആക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ കരബല്ലയ്ക്ക് സ്വന്തം അതിന് സാധിക്കുന്നില്ല. കരബല്ലയ്ക്ക് എന്ത് ചെയ്യണമെന്നും പോലും അറിയുന്നില്ല. അങ്ങനെ കരബല്ലോ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഓടുന്നു. എന്നിട്ട് നായികയുടെ അടുത്തേക്കാണ് പോകുന്നത്. ഇതിനിടെ കരബല്ലയുടെ കാലിൽ ഒരു കുപ്പിച്ചില്ല് തിളക്കുന്നുമുണ്ട്. നമ്മുടെ നായിക കരബല്ലയെ കാണുന്നു. എന്താണ് പറ്റിയത്, നിൻ്റെ കാലിൽ രക്തം വരുന്നല്ലോ ഒക്കെ എന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൻ്റെ അമ്മ പറയുന്നു, നമ്മുടെ പെഡ്രോക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് കരബല്ലോ വന്നത്. അങ്ങനെ അവനെ വേഗം അവർ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് പതിയെ കണ്ണ് തുറക്കുകയാണ് നായകനായ പെഡ്രോ. അവന് ഒന്നും കാണുന്നില്ല. അങ്ങനെ പതിയെ നോക്കുമ്പോൾ നായികയും അമ്മയും ഉണ്ട്. അവർ എന്തൊക്കെയോ വേവലാതിപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഡോക്ടർമാരോട് സംസാരിക്കുന്നു. അവൻ ചോദിക്കുകയാണ്, എനിക്കെന്താണ് സംഭവിച്ചതെന്ന്. ഡോക്ടർ പറയുന്നു, നീ ബോധം കെട്ട് വീണതാണ്, നിൻ്റെ നായയാണ് നിന്നെ രക്ഷിച്ചത് എന്ന് പറയുന്നു. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ സർജറി നടത്തണം, 2 മണിക്കൂറിനുള്ളിൽ സർജറി തുടങ്ങും. അപ്പോൾ നായകനായ പെഡ്രോ ചോദിക്കുകയാണ്, ഞാൻ രക്ഷപ്പെടാനുള്ള സാധ്യത എത്രയാണെന്ന്. ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഒരുപാടാണ്. കേൾവിശക്തി, ശാരീരികമായി മാനസികമായുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപാട് സാധ്യതകളുണ്ടെന്ന് ഡോക്ടർ പറയുന്നു. അപ്പോൾ നായകൻ പറയുകയാണ്, മരിക്കാനും ഒരുപാട് സാധ്യതയില്ലേ എന്ന്. ഇതെല്ലാം കേട്ട് ഏറെ വിഷമിച്ചിരിക്കുന്ന അവൻ്റെ അമ്മയെ കാണാം. അങ്ങനെ അവൻ നായികയോടും അമ്മയോടും ചോദിക്കുകയാണ്, കരബല്ലോ എവിടെയാണ്, അവനെ എനിക്ക് കാണണം. അപ്പോൾ അവൾ പറയുകയാണ്, കരബല്ലയെ ഇങ്ങോട്ട് കയറ്റില്ല എന്ന്. അപ്പോൾ നായകൻ പറയുകയാണ്, എനിക്കവനെ കാണണം, എന്നിട്ട് അവനോട് നന്ദി പറയണം. എൻ്റെ അവസാനത്തെ കാണലായിരിക്കാനാണ് സാധ്യത. ഇത് ചിലപ്പോൾ എൻ്റെ അവസാന കാഴ്ചയായിരിക്കാമെന്നെല്ലാം നായകൻ പറയുന്നു. നായകന് കരബല്ലയെ കാണാൻ വേണ്ടി ഹോസ്പിറ്റൽ സമ്മതിക്കില്ല, നായ്ക്കളെ അതിനുള്ളിലോട്ട് കയറ്റില്ല. അതുകൊണ്ട് തന്നെ നായികയും പിന്നെ അമ്മയും ആ ലേഡിയും ചേർന്ന് ഒരു കിടിലൻ തന്ത്രം തന്നെ ഒരുക്കുകയാണ്.
അവരുടെ വാനിൽ അവിടെയുള്ള എല്ലാ പെറ്റ്സിനെയും കൊണ്ടുവന്ന് ഹോസ്പിറ്റലിന് മുന്നിൽ ഡോർ തുറന്നിടുന്നു. ആ ഡോറിലൂടെ എല്ലാ പെറ്റ്സും ഉള്ളിലോട്ട് ഇരച്ച് കയറുന്നു. അവർക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല. അങ്ങനെ കരബല്ലയെ നമ്മുടെ നായിക അവൻ്റെ അടുത്തെത്തിക്കുന്നു. അങ്ങനെ കരമല്ലയെ കണ്ടതും അവൻ്റെ മുഖത്ത് ചിരി പടരുന്നു. കരമേലോ എന്ന് വിളിച്ച് അവർ രണ്ടുപേരും ഏറെ സന്തോഷത്തോടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. കരമല്ലയാകട്ടെ അവനെ വെറുതെ വിടുന്നില്ല. അവൻ്റെ എല്ലായിടത്തും അങ്ങനെ നക്കുന്നു. നന്ദിയുണ്ടടോ കരമേലോ എന്ന് പറയുന്നു. അങ്ങനെ നായികയും അമ്മയും എല്ലാം ആ കരമേലയും അവനുമെല്ലാം ചേർന്ന് കെട്ടിപ്പിടിക്കുന്നു. കാരണം ചിലപ്പോൾ അവൻ്റെ അവസാന യാത്രയായിരിക്കാം, അവസാന കാഴ്ചയായിരിക്കാം. ഒരു മേജർ ഓപ്പറേഷനാണ് വരുന്നത്. അവനെല്ലാവരോടും ഐ ലവ് യു എന്ന് പറയുന്നു. ഞങ്ങൾക്ക് നിന്നെ വേണമെടാ എന്ന് നായികയും അവനോട് പറയുന്നു. അങ്ങനെ ആ മേജർ ഓപ്പറേഷൻ കഴിയുന്നു. പിന്നെ സിനിമയുടെ സ്ക്രീനിൽ തെളിയുന്നത് അവർ സന്തോഷത്തോടെ ജീവിക്കുന്നതാണ്. ജീവിക്കാനും ഒരു ഭാഗ്യം വേണം. അവരും നായികയും കരവെല്ലോയും അവൻ്റെ അമ്മയുമെല്ലാം സന്തോഷത്തോടെ ജീവിക്കുന്ന ചിത്രമാണ് കാണിക്കുന്നത്. അവന് നടക്കാനുള്ള ശേഷി പതിയെ കുറഞ്ഞിട്ടുണ്ട്. ഒരു ഊന്നുവടിയുടെ സഹായത്തോടെയാണ് നടക്കുന്നത്. ഒരു 7 ദിവസം മാത്രം ബാക്കിയുണ്ടാകുമെന്ന് പറഞ്ഞ് അവിടെ നിന്നാണ് ഞാനിപ്പോൾ 12 വർഷം ജീവിക്കുന്നത്. ലിയോ പറഞ്ഞത് ശരിയാണ്. 95% ജീവിക്കാൻ ശേഷിയുള്ളവർ മരണമടിയുന്നു. 5%-ൽ താഴെ മാത്രമുള്ളവൻ ഞാൻ ജീവിക്കുന്നു എന്നെല്ലാം നായകൻ സ്ക്രീനിൽ ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നു. പിന്നെ കാണിക്കുന്നത് അവർക്ക് കുട്ടികൾ ഉണ്ടാകുന്നതാണ്. അവർ ഹാപ്പി ജീവിതം നയിക്കുന്നത്. അവർ വലിയൊരു റെസ്റ്റോറൻ്റൊക്കെ തുടങ്ങിയതായി കാണിക്കുന്നു. അങ്ങനെ സിനിമ അവസാനിക്കുന്നു. അതിമനോഹരമായൊരു സിനിമ തന്നെ.